അല്ലേ? ഇത്രത്തോളം ഒരു ശൈഖ് പറഞ്ഞത്രേ, എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ്, നിങ്ങൾക്ക് ഇബ്ലീസ് അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അലൈഹിസ്സലാത്തു വസ്സലാം, അവന്റെ മേൽ സലാത്തും സലാമും ഉണ്ടാകട്ടെ എന്നോ, അല്ലെങ്കിൽ അലൈഹി അസ്സലാത്തു വസ്സലാം, അവന് വേണ്ടിയാണ് നിങ്ങളുടെ നിസ്കാരവും സലാമും, ഇങ്ങനെ പറയുന്ന ഒരാളുണ്ടായിരുന്നു അത്രേ. അപ്പൊ രണ്ട് തരത്തിലാണ് അതിനർത്ഥം പറഞ്ഞത്. ഒന്ന്, നിങ്ങൾക്ക് ഇബ്ലീസ് അല്ലാതെ ഇലാഹില്ല എന്നതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അവന്, ആ ഇബ്ലീസിന് സലാത്തും സലാമും ഉണ്ടാകട്ടെ എന്നൊരാൾ പറഞ്ഞു. അപ്പോ ഒരാൾ പറയാണ്, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അഷ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ്, നിങ്ങൾക്ക് ഇബ്ലീസ് അല്ലാതെ ഇലാഹില്ല, അലൈഹി അസ്സലാത്തു വസ്സലാം, ആ ഇബ്ലീസിന് വേണ്ടിയാണ് നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ സലാമും. അങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനക്കുറിപ്പുകളുമായി പണ്ഡിതന്മാർ രംഗത്ത് വരികയാണ്. ഞാനിത് സൂചിപ്പിച്ചത്, ഏതൊരു കാര്യത്തിനായാലും, ഏതൊരു സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു മാധ്യമത്തിനായാലും മാർഗത്തിനായാലും വിശദീകരണങ്ങളും അതുപോലെ തന്നെ അതിന് വീണ്ടും വീണ്ടും വ്യാഖ്യാനങ്ങളും നൽകിക്കൊണ്ട് പണ്ഡിതന്മാർ അതിന് ഒത്താശ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ പുത്തനത്താണി ഭാഗത്ത് ഒരു മസ്താൻ ഉണ്ടായിരുന്നു അത്രേ. എന്തായിരുന്നു ആ മസ്താന്റെ യോഗ്യത? മൂപ്പരിങ്ങനെ പാട്ട് പാടുമായിരുന്നു എന്നാണ്. എന്താ പാട്ട്? പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്, ഇങ്ങനെ പാട്ടുപാടി നടന്ന ഒരു മസ്താൻ ഉണ്ടായിരുന്നു അത്രേ. ആ മസ്താനെയും വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് അദ്ദേഹത്തിന്റെ വാചകത്തിന് അർത്ഥം കണ്ടെത്തി, അർത്ഥതലങ്ങൾ കണ്ടെത്തി, അദ്ദേഹത്തിന്റെ കബർ കെട്ടിപ്പൊക്കിയിട്ട് അവിടെ നേർച്ച വഴിപാടുകളും മറ്റും നടത്തുകയാണ്. ചില ആളുകൾ, അവർക്കിങ്ങനെ ആളുകൾ ഓരോരുത്തരെ കാണുമ്പോൾ സംശയം. എന്താ സംശയം എന്ന് ചോദിച്ചാൽ, ഈ ആരാ ഈ പറയണത്? ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ഇവിടെ ഉണ്ടോ? ഈ ജാതി പറയുന്ന ആളുകളുണ്ട്, ഇവരാരാണ് എന്നൊക്കെ ചില ആളുകൾക്ക് സംശയം. അതുകൊണ്ട് ആ സംശയം വേണ്ട. ഇനി മുതൽ പറയുന്ന ആളുകളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇനി പറയാൻ പോകുന്ന ആള് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ട് ആ സംശയം വേണ്ട, കേട്ടോളൂ. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറയട്ടെ. നമ്മുടെ ഈ പുത്തനത്താണി, മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിൽ ഒരു മഹാനായ വലിയ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജനങ്ങൾ ഇട്ടിരുന്നത് പെണ്ണ് കെട്ടാൻ പൂതി മസ്താൻ എന്നാണ്. പെണ്ണ് കെട്ടാൻ പൂതി മസ്താൻ, വലിയുള്ളാഹി പെണ്ണ് കെട്ടാൻ പൂതി എന്നാണ്. ഇപ്പോൾ അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ മീസാങ്കല്ലിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് പെണ്ണ് കെട്ടാൻ പൂതി ഉപ്പാപ്പ, മരണം ജനനം എത്ര 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 എന്നാണ്. അദ്ദേഹത്തിന് ഈ പെണ്ണ് കെട്ടാൻ പൂതി എന്ന് പേരിടുള്ള കാരണം, അദ്ദേഹം നേരം വെളുത്തൊരു വടിയെടുത്ത് പുറത്തിറങ്ങിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല ചെല്ലുന്നത്. നേരെ പോകുമ്പോ പറയുന്നത് പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്, മൂപ്പരെ നിൽക്കുന്നതാ. പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്, ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടിൽ കുറച്ച് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഉണ്ടായി. അവര് പറഞ്ഞു, ഇയാൾക്ക് വട്ടാന്നാ തോന്നുന്നു, നേരം വെച്ച് വൈകുന്നേരം വരെ പെണ്ണ് കെട്ടാൻ പൂതി കായില്ലാത്ത കേട്, അങ്ങനെ ഉണ്ടോ നിക്കറ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൂടെ? ഇങ്ങനെ നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാർ കൂടി ഒരു മീറ്റിംഗ് കൂടി ഒരു ദിവസം. നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നാട്ടിൽ ചെയ്തു. പാവപ്പെട്ട കുട്ടികളെ കെട്ടിച്ചു, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുത്തു, സാധുക്കളെ സഹായിച്ചു. കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ 19 കൊല്ലായി ഒരു വയോവൃദ്ധൻ ഒരു വടിയും തൂക്കി വിളിച്ചു പറയാൻ തുടങ്ങി, പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്. അതുകൊണ്ട് നമ്മുടെ വാപ്പാറുടെ കാലം പോലെ തുടങ്ങിയതായി ഈ വിളിച്ചു പറയല്. ഇതിനൊരു അവസാനം വെക്കണം. അതുകൊണ്ട് ഇയാൾക്കൊരു പെണ്ണ് കെട്ടിക്കണം എന്ന് തീരുമാനിച്ച് നാട്ടിലെ ചെറുപ്പക്കാരൊരു സംഘടനയുണ്ടാക്കി ഒരു പണപ്പിരിവ് നടത്തി. പെണ്ണിനെ കിട്ടണ്ടേ? അങ്ങനെ നാട്ടിൽ അന്വേഷിച്ച് നടന്നപ്പോ 3 തലാക്കും ചൊല്ലി ഒഴിവാക്കി ഒരു താത്തണ്ടായിരുന്നു. വയസ്സ് 10-60ആയി, അതിന് ആഖിറത്തിലേക്ക് പോകാനായി. അതുകൊണ്ട് ഇനി വേറൊരു പുതിയ ആപ്പിള വരുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഈ ഇത്താത്തയുടെ അടുത്ത് എന്നിട്ട് ചെറുപ്പക്കാർ പറഞ്ഞു, ഇത്താത്ത, നിങ്ങൾക്ക് ഞങ്ങളൊരു കല്യാണം ശരിയാക്കുന്നുണ്ട്. നിങ്ങൾക്ക് മരിച്ചു പോകുമ്പോൾ നല്ല ആളായി മരിക്കണ്ടേ? നമ്മുടെ നാട്ടിൽ വടി പിടിച്ച് നടക്കുന്ന പെണ്ണ് കെട്ടാൻ പൂതി പാപ്പുണ്ടല്ലോ, മൂപ്പരെ കൊണ്ട് നിങ്ങളൊന്ന് നിക്കാഹ് ചെയ്യിപ്പിക്കണം. തന്നെയല്ല, മൂപ്പര് കുറേ കാലമായി നാട്ടിൽ കൂടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്. സാധു അദ്ദേഹത്തിന് കാശില്ലാണ്ട ഞങ്ങളൊരു പിരിവൊക്കെ നടത്തി ഒരു 5-8 പവന്റെ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ച് മഹർ കൊടുക്കാനുള്ള സ്വർണം വാങ്ങിച്ച് നിങ്ങൾക്ക് നിക്കാഹിനുള്ള പണം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭാര്യയാവാൻ തയ്യാറാവണം. വയസ്സാം കാലത്ത് ഇന്നൊരു നല്ല മനുഷ്യന്റെ ഭാര്യയായി മരിക്കാലോ, അങ്ങനെ സ്വർഗത്തിൽ കടക്കാലോ എന്ന്
എന്ന് നെയ്യത്തെടുത്ത ആ ഇത്താത്ത വിവാഹത്തിന് സമ്മതിക്കുകയാണ്. ദിവസമൊക്കെ പറഞ്ഞുറപ്പിച്ചു, നിക്കാഹിന്റെ ദിവസമൊക്കെ ഉറപ്പിച്ചു. പെണ്ണ് കെട്ടാൻ പൂതി ഉപ്പാപ്പാനെ തെരഞ്ഞ് ചെറുപ്പക്കാരിങ്ങനെ നടന്നപ്പോ ഒരു പീഡിയത്തിനട മുമ്പത്ത് ഇങ്ങനെ ഇരിക്കുക. പാപ്പാടി എന്നിട്ട് പറഞ്ഞു, പാപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമായ ദിവസമാണെന്ന്. എന്തേ? ഞങ്ങളുടെ വാപ്പാരുടെ കാലം മുതൽ ഞങ്ങൾ നിങ്ങളെവിടെ കാണുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെ വിളിച്ചു പറഞ്ഞു കിടക്കാണ് പെണ്ണ് കെട്ടാൻ പൂതിയുണ്ട്, കാശില്ലാത്ത കേടുന്ന. അതുകൊണ്ട് ഞങ്ങളൊരു പിരിവൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്കൊരു സ്ത്രീയെ ഭാര്യയായി കണ്ടുവെക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിനെ വിവാഹം കഴിക്കാൻ തയ്യാറാവണം. ബഹുമാനപ്പെട്ട പെണ്ണ് കെട്ടാൻ പൂതി മസ്താൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ കണ്ടുവച്ച ഇത്താത്ത എവിടെയാണ്? ഉടനെ തന്നെ കുട്ടികൾ പറഞ്ഞു, പുത്തനത്താണിയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിലെ ഇത്താത്തയാണ് നിങ്ങളുടെ ഭാര്യയാകാൻ പോണത്. അപ്പോൾ ഉപ്പാപ്പ പറയുന്നു, മക്കളെ നിങ്ങൾ വിചാരിച്ച പെണ്ണല്ലേ എനിക്ക് വേണ്ടത്. ഞാൻ വിചാരിച്ച പെണ്ണേതാണെന്നോ? കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ ലം യത്മിസുഹുന്ന ഇൻസും ഖബിലഹും വലാ ജാൻ. ആണല്ല പെണ്ണല്ല, നിങ്ങൾ പറയുന്ന പെണ്ണല്ല എനിക്ക് വേണ്ടത്. ജിന്നുകളും ശൈത്താനും തൊടാത്തവള്, മനുഷ്യൻ തൊടാത്തവള്, ഇന്ന് വരെ ഒരു മനുഷ്യനും ഒരു ജിന്നും തൊടാത്തവള്, ഈ യാഖൂത്ത് മർജാൻ പോലത്തെ ഭംഗിയുള്ളവര്, കന്യകാത്തം ഭേദിക്കപ്പെടാത്ത സ്വർഗത്തിലുള്ള ഹൂറുല്ലിങ്ങളുണ്ടല്ലോ, അവളെ കെട്ടണം എന്നാണ് ഞാൻ ഈ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ ചെറുപ്പക്കാര് ചോദിച്ചു, പാപ്പ സ്വർഗത്തിലെ പെണ്ണ് കെട്ടാൻ എന്തിനാ നിങ്ങൾ കാശില്ലാന്ന് പറയണത്? ഉപ്പാപ്പ പറയുന്നു, കുട്ടികളെ കാശെന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ദിനാറല്ല, പൈസയല്ല, ഇബാദത്താകുന്ന പണം എന്റെ കയ്യിലില്ലല്ലോ, അതുകൊണ്ട് സ്വർഗത്തിലെ പെണ്ണ് കെട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാനിതാ വിളിച്ചു പറയുന്നു, പെണ്ണ് കെട്ടാൻ പൂതി, കാശില്ലാത്ത കേട്. കണ്ടോ എങ്ങനെയുണ്ട്? പെണ്ണ് കെട്ടാൻ പൂതി, കാശില്ലാത്ത കേട്. അത് കാരണം എന്താ? കാരണം മറ്റൊന്നല്ല, ഹൂറിയെ കെട്ടണം. ഹൂറിയെ കെട്ടണം, സ്വർഗത്തിലെ ഹൂറി. അതിനുള്ള അമൽ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ പാട്ടുപാടി നടക്കുകയാണ്. പാട്ടുപാടി നടന്നിട്ട് ഹൂറിയെ കെട്ടുന്ന വിചാരം. പാട്ടുപാടി നടന്നിട്ട് ഹൂറിയെ കിട്ടുന്ന ഇത് പുത്തനത്താണിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിക്കുമ്പോൾ അവിടെ ഇട്ടു ഈ സാധനം. അപ്പോൾ പുത്തനത്താണിയിലെ വായിച്ചിരുന്ന ആളുകളുണ്ടല്ലോ, അവർക്കറിയാം ഈ സാധനത്തിന്, ഈ പറഞ്ഞ പൂതി മസ്താനെ അറിയാവുന്ന പ്രായം ചെന്ന ആൾക്കാരുണ്ട്. ഞാൻ വാത് കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കുറച്ച് ആളുകൾ വന്ന് പരിചയപ്പെട്ടിട്ട് പറഞ്ഞു, ഈ ആളെ ഞങ്ങൾക്കറിയാം, ഏതായാലും ഇയാൾ ഇങ്ങനെയൊന്നും ഓതാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ള ആളല്ല, അത് ഞങ്ങൾക്കറിയാം. ഇതിലൂടെ നടന്നൊരു സാധനമാണ്. ഇനി മുസ്ലിയാർ പറഞ്ഞത് വെച്ച് തന്നെ നോക്കിയാൽ തന്നെയും പെണ്ണെട്ടാൻ പൂതി മസ്താൻ ആലോചിച്ച പെണ്ണേതാ? 3 കഴിഞ്ഞു. അതിനുശേഷം വയസ്സായി 60 കഴിഞ്ഞൊരു പെണ്ണിനെ ആ ചൂണ്ടിക്കാണിച്ചത്. പെണ്ണെട്ടാൻ പൂതി മസ്താൻ ചോദിച്ചു നോക്കി, ഏതാ പെണ്ണ്? അത് ഇന്നടുത്ത പെണ്ണാണ്. അയ്യയ്യേ, എനിക്ക് വേണ്ട. ഞാൻ ഉദ്ദേശിച്ചത് കന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ, ആ മാണിക്യം പോലെ ഏതെങ്കിലും പെണ്ണാണെങ്കിൽ നമുക്ക് ആലോചിക്കാമായിരുന്നു എന്നായിരിക്കാം. ഇനി അതല്ല, ഇപ്പറഞ്ഞ രൂപത്തിലായിരുന്നാലും അങ്ങനെ പാട്ടും പാടി നടന്നാൽ ദീനാകുമെന്ന് എവിടെ നിന്ന് കിട്ടി? അങ്ങനെയായിരുന്നെങ്കിൽ ഖുർആൻ അത് പറയുമായിരുന്നില്ലേ? ഹൂറുൽ ഹിസാൻ, ഹൂറുൽ ഹിസാൻ, ഹൂറുൽ ഹിസാൻ. ആ ഹൂറിന്റെ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച കൃത്യമായി പറഞ്ഞ വിശുദ്ധ ഖുർആൻ ലം യത്മിസുന്ന ഇൻസുൻ ഖബലഹും വലാ ജാൻ എന്ന് പറഞ്ഞ ആ വിശുദ്ധ ഖുർആൻ അതിന്റെ മാർഗം, അതിനുള്ള മാർഗം പറഞ്ഞു തന്നില്ലേ? അതല്ലാതെ പാട്ടുപാടി നടക്കലാ വേണ്ടത്.